ഓക്കെ, നമ്മൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ കൺസെപ്റ്റ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹാലോ ആൽക്കെൻസ് ഹാലോ അരീൻസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആ കെമിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് 4 കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ഒന്ന് എലിമിനേഷൻ റിയാക്ഷൻ, ഒന്ന് റിയാക്ഷൻ വിത്ത് മെറ്റൽസ്, ഒന്ന് റിഡക്ഷൻ. അതിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എല്ലാം റിയാക്ഷൻ വൈസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ അതിന്റെ മെക്കാനിസം പഠിപ്പിച്ചില്ല. മെക്കാനിസം വളരെ ഇമ്പോർട്ടന്റ് ആണ്. SN1 SN2 റിയാക്ഷൻ നമുക്ക് പഠിക്കാനുണ്ടാവും, ചോദ്യ പേപ്പറിൽ കാണും. അപ്പൊ അത് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. നമ്മൾ മെക്കാനിസം പഠിക്കാൻ പോകണം. മെക്കാനിസം ഓഫ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, മെക്കാനിസം ഓഫ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതിൽ രണ്ട് ടൈപ്പ് മെക്കാനിസം ഉണ്ട്. അതായത് SN2 ഉണ്ട്, SN1 ഉണ്ട്. ഞാൻ രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് പഠിപ്പിച്ചു പോവാം. കാരണം ഡിഫറൻസ് ഒക്കെ ആയിട്ട് ഇത് ചോദിക്കത്തുള്ളേ, അല്ലാതെ എന്താണ് അങ്ങനെ ചോദിക്കാറില്ല. ഡിഫറൻസ് ആയിട്ടൊക്കെ ചോദിക്കാറുള്ളൂ. ഈ SN2 റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ബൈമോളിക്കുലാർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. SN1 എന്ന് പറയുമ്പോഴത്തേക്കും യൂണിമോളിക്കുലാർ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പം ബൈമോളിക്കുലാർ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിലാണ് നടക്കുന്നത്. ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ്, പ്ലേസ് ഇൻ എന്താണ് സിംഗിൾ സ്റ്റെപ്പാണ്. അതേപോലെ തന്നെ SN1 എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഒരു കാര്യം ചെയ്തെല്ലാം പറഞ്ഞു പോകും. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ്. അതേപോലെ തന്നെ ഇത് എന്താണെന്ന് അറിയാമോ, റിയാക്ഷൻ ഇതൊരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. അതായത് ഇറ്റ് ഈസ് എ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ, ആണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റേറ്റ് അതിന്റെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യും. റിയാക്ടന്റ് എന്ന് പറയുമ്പോൾ അവിടെ ന്യൂക്ലിയോഫൈലും റിയാക്ടന്റ് ഉണ്ട്, അതേപോലെ തന്നെ ഹാലോ ആൽക്കൈനും റിയാക്ടന്റ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ റിയാക്ടിവിറ്റിയുടെ ഓർഡർ SN1 റിയാക്ഷൻ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ നടത്തുന്നത് പ്രൈമറി ആയിട്ടുള്ള ഹാലോ ആൽക്കൈൻസ് ആയിരിക്കും, പിന്നെ സെക്കൻഡറി ആയിട്ടുള്ള ഹാലോ ആൽക്കൈൻ, പിന്നെ ടെർഷ്യറി ആയിട്ടുള്ള ഹാലോ ആൽക്കൈൻ. ഈ ടെർഷ്യറി ആയിട്ടുള്ള ആൽക്കൈൻസ് SN1 റിയാക്ഷൻ നടത്താനുള്ള കഴിവ് കുറവ് എന്തുകൊണ്ട് ചോദിച്ചാൽ സ്റ്റെറിക് ഹിൻഡ്രൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ബൾക്കി ഗ്രൂപ്പ് ഇഫക്റ്റ് എന്ന് പറയും. കാരണം ഇപ്പൊ ഒരു CL എന്താണ്, ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3, ഇതൊരു കാർബൺ ആണ്. അപ്പൊ ഇങ്ങനെയാണല്ലോ ഒരു ടെർഷ്യറി ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഇവനെ കട്ട് ചെയ്തിട്ട് ഒരു OH വരണമെങ്കിൽ അപ്പൊ ഇങ്ങനെയൊക്കെ വന്നതുണ്ട്. ഇത് ഇവിടെ എല്ലാം ഈ ഇവരെല്ലാം ബൾക്കി ഗ്രൂപ്പാണ്. അപ്പൊ ഇവരുടെ ഇടയിലൂടെ ഇങ്ങനെ വന്ന് ബോണ്ട് ഇവിടെ ഫോം, ഇവനെ കട്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് ബോണ്ട് ഫോം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പാടുള്ള കാര്യമായതുകൊണ്ടാണ് ഈ ടെർഷ്യറി ഗ്രൂപ്പിന് SN1 റിയാക്ഷൻ വളരെ പതുക്കെ നടക്കുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു ഇതൊക്കെ കൊടുത്തേ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നടക്കത്തുള്ളൂ. ബൾക്കി ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഇനി ഇവരുടെ ആ ഒരു ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഇൻവേർഷൻ ഓഫ് SN1 റിയാക്ഷൻ ലീഡ്സ് ടു ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ, ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. എന്തുകൊണ്ടാണ് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ എന്ന് പറയാൻ കാരണം? നിങ്ങളൊന്ന് നോക്കിയേ, ഞാനൊരു CH3Cl എടുക്കുവാണ്. CH3Cl ഞാൻ ഡാഷ് ആൻഡ് വെഡ്ജ് ഷേപ്പിൽ തന്നെ വരച്ച് കാണിക്കാമേ. നമ്മൾ CH3Cl ആണ് എടുക്കുന്നത്. അതിൽ 2 ഹൈഡ്രജനെ ഞാൻ ഒറ്റ പ്ലെയിനിൽ തന്നെ വരയ്ക്കുന്നു. ഒരു ഹൈഡ്രജനെ ഒരു ക്ലോറിനെ സെയിം പ്ലെയിനിൽ വരയ്ക്കുന്നു. ബാക്കിയുള്ള 2 ഹൈഡ്രജനെ ഞാൻ ഒന്ന് എന്നെ നോക്കിയുള്ള പ്ലെയിനിൽ വരയ്ക്കുന്നു, ഒന്ന് എന്നെ നോക്കിയുള്ള പ്ലെയിനിൽ വരയ്ക്കുന്നു, ഒന്ന് എന്റെ ഓപ്പോസിറ്റ് പ്ലെയിനിൽ വെഡ്ജ് ഷേപ്പ് ആയിട്ട് വരയ്ക്കുന്നു. ഇവിടെ OH മൈനസ് അയോൺസ് വരുന്നത് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. OH മൈനസ് അയോൺസ് വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇങ്ങനെ വരുന്ന സമയത്ത് ആദ്യം ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും. കാരണം ഈ CL ബോണ്ട് പൊട്ടണമല്ലോ. ഈ CL ബോണ്ട് പൊട്ടിയിട്ട് ഈ OH ബോണ്ട് ഇവിടെ ഈ കാർബണുമായിട്ട് ബോണ്ട് മേക്ക് ചെയ്യണം. ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ CL ഇവിടെ ഒരു H ഉണ്ടാവും. ഇനി ഒരു കാര്യം, ഇവിടെ പെതുക്കെ ഒരു ബോണ്ട് ഫോം ചെയ്യും. ഇവിടെ ഈ പെതുക്കെ ബോണ്ട് ഫോം ഇവിടെ അല്ല ശരിക്കും വരുന്നത് ഈ ഭാഗത്തൂടെ വരുന്നത്. ഈ ഭാഗത്ത് ഇവിടെയാ വരുന്നത്. ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം, അത് വരച്ച് ഒന്ന് കൺഫ്യൂഷൻ വരുന്ന രീതിയിലാണ് വരച്ചത്. ഇവിടെ CL, ഇവിടെ H. ഞാൻ ഒന്ന് തന്നെ ഇങ്ങനെ വരയ്ക്കുന്നു, ഒന്ന് അപ്പുറത്തെ സൈഡിലാണ്. അത് ഞാൻ തന്നെ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്, ഇവിടെ തന്നെ വരയ്ക്കാം. ഇത് H. OH അപ്രോച്ച് ചെയ്യുന്നത് ഇതുവഴിയാണ് അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഈ 2 ആൾക്കാരെ, ഈ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഈ 2 ആൾക്കാരെ ഇങ്ങോട്ടേക്ക് തള്ളും. ഇവനെ ഇങ്ങോട്ടേക്ക് തള്ളുമ്പോൾ ഈ ബോണ്ട് ഇവനെ ഇങ്ങോട്ടേക്ക് തള്ളും. ഒത്തിരി തള്ളാൻ പറ്റത്തില്ല, കാരണം ഇവിടെ ഈ ബോണ്ട് ഇരിക്കുന്നതുകൊണ്ട് തള്ളാൻ പറ്റത്തില്ല. എന്നാലും തള്ളും, കാരണം ഇവൻ കട്ടായിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നത് ഇങ്ങനെയാണ്. OH നമ്മുടെ ഇതുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്, ഓയുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ എഴുതാം. ഇത് ഇങ്ങനെ ഒരു ബോണ്ട് ക്രിയേറ്റ് ആയി. ഇവിടെ C, ഇവിടെ H,
ഈ CL-ഉമായിട്ടുള്ള ബോണ്ട് പൊട്ടിയതായിട്ട് കാണിക്കാം ഇങ്ങനെ. അപ്പൊ മറ്റേ രണ്ട് ബോണ്ടിന് റിപ്പൾഷൻ സംഭവിച്ചുകൊണ്ട് അതിന്റെ പൊസിഷൻ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇച്ചിരി നീങ്ങി, ഇതിന്റെ പൊസിഷൻ ഇതാണ് ഇന്റർമീഡിയറ്റ്. എന്നാൽ ഇതിങ്ങനെ നിൽക്കത്തില്ല. കാരണം എന്താ, CL ബോണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ, CL ബോണ്ട് പൊട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ബോണ്ട് കംപ്ലീറ്റ്ലി ഫോം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കംപ്ലീറ്റ് ഓൾറെഡി പാർഷ്യൽ ബോണ്ട് ഫോം ചെയ്തപ്പോഴേ ഈ വെഡ്ജിനെയും ഈ ഡാഷിനെയും നീക്കാൻ കെൽപ്പുള്ള ബോണ്ട് ആയിരുന്നു അത്. അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അതിനെ നല്ലതായിട്ട് ഇങ്ങോട്ടേക്ക് നീക്കും. അങ്ങനെ നീക്കുമ്പോഴത്തേക്കും ഇത് ബാക്കി വരുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ഈ CL ബോണ്ട് കംപ്ലീറ്റ്ലി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ H, ഇവിടെ OH കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്തു. മറ്റേ രണ്ട് ബോണ്ടും കണ്ടോ ഇങ്ങനെയാണ്. വെഡ്ജ് ആണ് അവിടെ വരുന്നത്. ഒന്ന് ഇങ്ങനെയും വരും, നിങ്ങൾ ആ പേരന്റിന്റെ ഷേപ്പ് നോക്കിയേ, എന്നാൽ പ്രൊഡക്റ്റിന്റെ ഷേപ്പ് നോക്കിയേ, കണ്ടോ ഇത് ഇടത്തോട്ടാണ് ഇരുന്നത്, കണ്ടോ ഇത് വലത്തോട്ടാണ് ഇരിക്കുന്നത്. അപ്പം SN1 SN2 റിയാക്ഷൻ എന്തിന് ലീഡ് ചെയ്തു? എന്താണ്, ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ് അവിടെ നടന്നത്. അത് ഓർത്ത് വെച്ചോണം, ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. അപ്പൊ SN2 റിയാക്ഷൻ എന്ന് പറയുമ്പോൾ സിംഗിൾ സ്റ്റെപ്പിൽ നടക്കും, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. പ്രൈമറിക്കാണ് കൂടുതൽ SN2 റിയാക്ഷൻ നടത്താനുള്ള കഴിവ് കൂടുതൽ, ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷനിൽ ലീഡ് ചെയ്യും. ഓക്കെ ആണല്ലോ, ഈ കാര്യം ആലോചിക്കാം. ഓക്കെ, ഇനി SN1 പോകുന്ന സമയത്ത്, SN1 പോകുന്നത് അത് രണ്ട് സ്റ്റെപ്പിലായിരിക്കും നടക്കുന്നത്. അതിൽ ഏറ്റവും സ്ലോ ആയിട്ട് നടക്കുന്ന സ്റ്റെപ്പ് ഏതാണോ അതായിരിക്കും റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന സ്റ്റെപ്പ്. ഓക്കെ ആണല്ലോ. അപ്പം ആദ്യത്തെ ഇതിനകത്ത് ആദ്യം നമുക്ക് എഴുതാം ഇറ്റ് ഒക്കേഴ്സ് ഇൻ 2 സ്റ്റെപ്പ്. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ എന്താണ്, ഇൻ 2 സ്റ്റെപ്പ്. രണ്ട് സ്റ്റെപ്പായിട്ടാണ് എടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അതേപോലെ തന്നെ അതെന്തുകൊണ്ടാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റ് SN2 റിയാക്ഷനകത്ത് ഈ രണ്ടാൾക്കാരുടെ കോൺസെൻട്രേഷനെയും, അതായത് ഈ വരുന്ന ന്യൂക്ലിയോഫൈലിന്റെയും ഈ ഹാലോ ആൽക്കൈന്റെ കോൺസെൻട്രേഷനെയും ഈ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിൽ ഈ SN1 റിയാക്ഷനകത്ത് ഇത് ഹാലോ ആൽക്കൈന്റെ കോൺസെൻട്രേഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. നമ്മൾ പറഞ്ഞാൽ, നമ്മൾ കെമിക്കൽ കൈനറ്റിക്സ് പഠിച്ചപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ കോൺസെൻട്രേഷന്റെ പവർ, അതിന്റെ സമ്മിനെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. കാരണം ഒരു റിയാക്ഷന്റെ റേറ്റിനെ മാത്രം, ഒരു റിയാക്ടന്റിന്റെ റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിന്റെ അടുത്തത് പറയുന്നത്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെറിഷറിക്കാണ് ഇത് കഴിവ് കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറിഷറിക്ക് എന്താ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റോൺ ഫോം ചെയ്യാൻ കഴിവ് കൂടുതൽ ടെറിഷറി കാർബോകാറ്റോൺ ആണ്. അപ്പം ടെറിഷറിക്കാണ് SN1 റിയാക്ഷൻ. അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം പറഞ്ഞുതരാം. ടെറിഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആയിരിക്കും SN1ന്റെ റിയാക്ഷന്റെ ഓർഡർ. ഓക്കെ ആണല്ലോ. ഇനിയും നമ്മൾ പറഞ്ഞു അതിന് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷന് വേണ്ടി, അല്ലെങ്കിൽ അതിലോട്ടാണ് ലീഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ റസമൈസേഷനിലോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ലീഡ്സ് ടു റസമൈസേഷൻ. റസമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു കോമ്പൗണ്ടിന്റെ രണ്ട് ഒപ്റ്റിക്കൽ ഐസോമറിനെ നിങ്ങൾ ഇക്വിമോളാർ കോമ്പിനേഷനിൽ എടുത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എന്ന് പറയുന്ന കഴിവ് നഷ്ടപ്പെടുകയും അതിന്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി നഷ്ടപ്പെട്ട അവസ്ഥയിൽ പുതിയൊരു കോമ്പൗണ്ട് ഉണ്ടാകുകയും ചെയ്യുക. അതാണ് റസമൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിക്കോളൂ. അപ്പൊ നമുക്ക് ഇത് എന്തുകൊണ്ടാണ് റസമൈസേഷന് ലീഡ് ആവുന്നത് എന്നുള്ള കാര്യം ഞാനൊന്ന് പറഞ്ഞുതരാം. ഇതിന്റെ സ്റ്റെപ്പ് ആദ്യം എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കിക്കോ. ഇനി റിയാക്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന്, ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ടെറിഷറി കാർബോകാറ്റോൺ ഫോം ചെയ്യാൻ കഴിവുള്ള ഒരു ഹാലോ ആൽക്കൈൻ എടുക്കുകയാണ്. അപ്പൊ ടെറിഷറി ഹാലോ ആൽക്കൈൻ എടുക്കണം. ഞാൻ കാർബൺ എടുക്കുന്നു, ബ്രോമിൻ, അതേലെ 3 എന്താണ്, ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3. ഇത് ഡാഷ് ആൻഡ് വെഡ്ജ് ഷേപ്പിലായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, പകരം ഇങ്ങനെ അങ്ങ് ചെയ്യാണ്. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്താ, ഇത് റിവേഴ്സിബിൾ ആണ്, ഇതൊരു വളരെ സ്ലോ സ്റ്റെപ്പാണ്. ഇതിനകത്തോട്ട് നമ്മൾ എന്താ, ഇത് CH ബോണ്ട് കട്ടാവുന്നു, അതായത് ഈ ബോണ്ട് കട്ടാവുന്നു. ഈ ബോണ്ട് കട്ടായി കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് ഒരു ടെറിഷറി കാർബോകാറ്റോൺ ആയിരിക്കും. നമ്മൾ +1 പഠിച്ചായിരുന്നു. അതായത് ഈ കാർബണിന് ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഈ ബ്രോമിന് ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇത് ഇങ്ങനെ എന്ത് ചെയ്ത് വെച്ചിരിക്കുക, ഷെയർ ചെയ്ത് പിടിച്ചിരിക്കുക. ബ്രോമിൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഈ കാർബണിന്റെ ഒരു ഇലക്ട്രോണയും കൊണ്ട് പോകുമ്പോൾ കാർബണ് പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. ഇതാണ് കാർബോകാറ്റോൺ. കാർബോകാറ്റോണിൽ ഏറ്റവും സ്റ്റെബിലിറ്റി കൂടിയ കാർബോകാറ്റോൺ ആണ് ടെറിഷറി കാർബോകാറ്റോൺ. അതുകൊണ്ട് തന്നെ ടെറിഷറി ഗ്രൂപ്പ് ഉള്ള ഹാലോ ആൽക്കൈൻസ് എപ്പോഴും ഏറ്റവും നല്ല രീതിയിൽ റിയാക്ഷന് വിധേയമാകുമ്പോൾ SN1 റിയാക്ഷൻ, SN2നേക്കാളും SN1 റിയാക്ഷൻ ആയിരിക്കും അവർ കൂടുതൽ പങ്കെടുക്കുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് +Br-1. ഓക്കെ, ഇനി ഈ നമ്മൾ ഇതിനകത്തോട്ടാണ് നമ്മൾ എന്താ ന്യൂക്ലിയോഫൈലിനെ ആഡ് ചെയ്യാൻ പോകുന്നത്. ന്യൂക്ലിയോഫൈൽ ആഡ് ചെയ്യുന്ന സമയത്ത്
ഈ ഇന്റർമീഡിയറ്റുമായിട്ടാണ് ന്യൂക്ലിയോഫൈൽ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു മോളിക്കൂൾ അല്ല അതിനകത്ത് എന്ത് ചെയ്യുന്നത്, എന്താണ് ഉള്ളത്. അതിനകത്ത് കോടിക്കണക്കിന് മോളിക്കൂൾ ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ കാർബോകാറ്റോൺ ആണ് ഫോം ചെയ്യുന്നത്, കോടിക്കണക്കിന് ഇത്രയും കാർബോകാറ്റോൺസ് ഫോം ചെയ്തുണ്ടായിട്ടുണ്ട്. അതിൽ ഒരെണ്ണം മാത്രം എടുത്തിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കാർബോകാറ്റോൺ അങ്ങോട്ട് എടുക്കുന്നു. കാർബോകാറ്റോൺ നമ്മൾ എടുക്കേണ്ട ആ പാത്രത്തിനകത്ത് ഫോം ചെയ്യുന്നു. ആ പാത്രത്തിനകത്തോട്ട് നമ്മൾ OH ആഡ് ചെയ്താൽ മതി. OH മൈനസ് അയോൺസ് വരുന്ന ന്യൂക്ലിയോ ഫൈൽ വരുന്ന ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. OH ആഡ് ചെയ്യുന്ന സമയത്ത് ഈ OH മൈനസിന് ഇതുവഴിയും വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ OH മൈനസിന് ഇതുവഴി വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇതുവഴി വന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇവിടെ 1, 2, ഇത് ഡാഷ് ആൻഡ് വെഡ്ജിലാണ് വരയ്ക്കുന്നത്, ഞാൻ ഒന്നും വരയ്ക്കുന്നില്ല. ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3, അതേപോലെ ഇവിടെ ഒരു CH3, ഇവിടെ ഒരു OH. ഇവിടെ നിന്ന് വന്ന അറ്റാക്ക്. അപ്പം ഇതെന്താ, ഇത് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയി, അല്ലെങ്കിൽ ലീവോ റൊട്ടേറ്ററി, ഏതെങ്കിലും ഒരെണ്ണം. ഇനി ഇവിടെ നിന്ന് വന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ CH3, ഇവിടെ എന്താണ്, ഇവിടെ ഒരു CH3 വരും, ഇവിടെ ഒരു CH3 വരും, പിന്നെ അറ്റാക്ക് ചെയ്യുന്നത് എന്റെ ഇവിടെ ആയിരിക്കും OH മൈനസ്. ഇത് ലേവോ റൊട്ടേറ്ററി. ഇത് രണ്ടും ഒരു പാത്രത്തിൽ ഒരേപോലെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തമ്മിൽ മിക്സഡ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു, ഇനാൻഷോമേഴ്സിനെ അല്ലെങ്കിൽ ഡെക്സ്ട്രോ ആൻഡ് ലിവോ റൊട്ടേറ്ററി ആയിട്ടുള്ള ഐസോമറുകളുടെ ഇക്വിമോളാർ കോമ്പിനേഷൻ എടുത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന കൺസെപ്റ്റിനെ നമ്മൾ ആ പ്രോസസ്സിനെ നമ്മൾ റെസമൈസേഷനും, അങ്ങനെ ഇവർ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും പുതിയ ആ ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ ആണല്ലോ. അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്, അതൊന്നും ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പം SN1 SN2 കഴിഞ്ഞു, ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ഇനിയും പരീക്ഷയ്ക്ക് ഇങ്ങനെയല്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പരീക്ഷയ്ക്ക് ഒരു റിയാക്ഷൻ വന്നിട്ട് അത് SN1 ആണോ SN2 അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്, 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ. ചിലപ്പം ഡയറക്ട്ലി ഡിഫറൻസ് ചോദിക്കും, ഇതിന്റെ ഡിഫറൻസ് അതും നോക്കി വെച്ചോണം. ഇനിയും ഇതിനകത്ത് 2-3 കാര്യം ഓർത്ത് വെച്ചോണം. SN1 റിയാക്ഷന് ആണോ SN2 റിയാക്ഷൻ ആണോ എന്ന് നടക്കുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആ റിയാക്ടിവിറ്റി ആ പ്രൈമറി സെക്കൻഡറി ടെർഷറി വെച്ച് നമുക്ക് മനസ്സിലാക്കാം. 2, എപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ന്യൂക്ലിയോഫൈൽ ആണെങ്കിൽ എപ്പോഴും SN2 റിയാക്ഷൻ ആയിരിക്കും അവര് എന്താണ് പ്രിഫർ ചെയ്യുന്നത്. വീക്ക് ആയിട്ടുള്ള ആണെങ്കിൽ SN1ഉം. അതേപോലെ തന്നെ ഹൈ കോൺസെൻട്രേഷനിലാണ് നമ്മൾ ന്യൂക്ലിയോഫൈൽ എടുക്കുന്നെങ്കിൽ അത് എപ്പോഴും SN2 റിയാക്ഷന് നടക്കാനാണ് സാധ്യത കൂടുതൽ. ലോ കോൺസെൻട്രേഷൻ ആണെങ്കിൽ SN1 റിയാക്ഷൻ. പിന്നെ പോളാർ സോൾവെന്റ് ആയിട്ടുള്ള ആൾക്കാർ, പോളാർ സോൾവെന്റുകൾ പലപ്പോഴും SN1 റിയാക്ഷൻ ആയിരിക്കും അണ്ടർഗോ ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ അവർ പ്രിഫർ ചെയ്യുക SN1 റിയാക്ഷൻ അണ്ടർഗോ ചെയ്യാനായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിമിനേഷൻ, അതായത് രണ്ടാമത് നമ്മൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എല്ലാം കഴിഞ്ഞു. അടുത്തത് എലിമിനേഷൻ റിയാക്ഷൻ ആണ്. എലിമിനേഷൻ റിയാക്ഷൻ. അപ്പം എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇവിടെ ഒരു സെയ്റ്റ്സെഫ് റൂൾ എന്ന് പറയുന്ന റൂൾ ഉണ്ട്. ഒരിക്കലും എന്താണ് സെയ്റ്റ്സെഫ് റൂൾ എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് ഒരിക്കലും ചോദിക്കത്തില്ല, റിയാക്ഷനിലൂടെ ആയിരിക്കും ഇതെല്ലാം ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, എലിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ള ഒരു പരിപാടി. ഓക്കെ ആണല്ലോ. ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് എന്താണ് അവിടെ എന്താണ്, സോറി, ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യല്ല, എന്താണ് ഹാലോ ആൽക്കെയിന്റെ ഒരു ഹാലജനെയും ഒരു ഹൈഡ്രജനെയും മാറ്റിയിട്ട് ഡബിൾ ബോണ്ട് കൊണ്ടുവരുന്നതാണ് നമ്മൾ ഈ എലിമിനേഷൻ റിയാക്ഷനകത്ത് പഠിക്കുന്നത്. അപ്പൊ അത് ശരിക്കും ഡീഹൈഡ്രോ ഹാലജനേഷൻ എന്ന് പറയും. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ ഹാലൈഡിനെ റിമൂവ് ചെയ്യുക, അതാണ് എലിമിനേഷൻ, അല്ല വേറെ ഒന്നുമില്ല. പിന്നെ ഇതിന് വേറൊരു പേരൂടെ പറയും, ബീറ്റ എലിമിനേഷൻ എന്ന് പറയും. ബീറ്റ എലിമിനേഷൻ എന്ന് പറയും. എലിമിനേഷൻ എന്ന് പറയും. എലിമിനേഷൻ എന്ന് പറയുമ്പോൾ കളയുക എന്നുള്ളതാണ്. അത് എന്തിനാണ് കളയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഹാലൈഡിനെ കളയുക, അല്ലെങ്കിൽ ഹൈഡ്രജനെ ബീറ്റ ഹൈഡ്രജനെ കളയുക, അതുകൊണ്ടാണ് ബീറ്റ എലിമിനേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ബീറ്റ ഹൈഡ്രജൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. CH3 CH2 Br. ഇതിനെ സ്ട്രക്ചർ വൈസ് വരയ്ക്കുവാണെങ്കിൽ CH3 CH2 Br എന്ന് പറയും. ഈ Br അറ്റാച്ച് ചെയ്ത ഈ കാർബണിനെ നമ്മൾ ആൽഫ കാർബൺ എന്നും, അതേൽ അറ്റാച്ച് ചെയ്ത ഈ 2 ഹൈഡ്രജനെയും ആൽഫ ഹൈഡ്രജൻ എന്ന് പറയാം. ഇനി ആ ആൽഫ കാർബൺ അറ്റാച്ച് ചെയ്ത ഈ കാർബണെ നമ്മൾ ബീറ്റ കാർബൺ എന്നും, അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ 3 ഹൈഡ്രജനെയും ബീറ്റ ഹൈഡ്രജൻ എന്നായിരിക്കും പറയുന്നുണ്ടാവുക. ബീറ്റ ഹൈഡ്രജൻ എന്നായിരിക്കും പറയുന്നുണ്ടാവുക. ഈ എലിമിനേഷൻ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ആൽഫ കാർബണിൽ നിന്ന് ഹാലജനും ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജനും എന്ത് ചെയ്യുന്നുണ്ടാവും, എലിമിനേറ്റ് ആയി പോകുന്നുണ്ടാവും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ഇങ്ങനെ ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് നോക്കിയോ, അത് നമുക്ക് ബീറ്റ, അതായത് ബീറ്റ എലിമിനേഷൻ നടക്കണമെങ്കിൽ ആൽക്കഹോളിക് KOH വേണേ ചേർക്കാൻ. അപ്പൊ ഞാൻ ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല വരയ്ക്കുകയാണ്. CH3 CH2 Br നമ്മൾ ആൽക്കഹോളിക് KOH ആണ് ആഡ് ചെയ്യുന്നത്. അപ്പം
ഹൈഡ്രജൻ ഹാലൈഡ് ഈ കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജനും ഈ കാർബണിൽ നിന്ന് ബ്രോമിനും പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഒരു CH2 ഉള്ളൂ, ഇവിടെയും ഒരു CH2 ഉള്ളൂ. അപ്പൊ അതിനിടയ്ക്ക് ഡബിൾ ബോണ്ട് വന്നേ പറ്റത്തുള്ളൂ. പ്ലസ് എന്താ HBr ഇവിടെ നിന്ന് പോയ HBr ഇവിടെ കാണിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി ഇത് 2 കാർബൺ വരുമ്പോൾ സമയത്ത് ഇവിടെ ഒരു ബീറ്റ ഹൈഡ്രജനേ ഉള്ളൂ. എന്നാൽ 2 ബീറ്റ ഹൈഡ്രജൻ വരുവാണെങ്കിൽ എങ്ങനെ വരും? ഇങ്ങനെ വരുവാണെങ്കിലോ, അതായത് സി 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 5 എടുക്കാം. 5 എടുത്തിട്ട് ഞാൻ രണ്ടാമത്തേതില് Br കൊടുക്കുകയാണ്. ബാക്കിയുള്ള എല്ലാം ഹൈഡ്രജൻ, ബാക്കിയുള്ള എല്ലാം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും പരീക്ഷയ്ക്ക് അലക്സാണ്ടർ സീസഫ് റൂളിന്റെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കാണും. പക്ഷേ ഇതാണെന്നുള്ള കാര്യം ഒന്നും മനസ്സിലാവാത്ത രീതിയിലായിരിക്കും ഇത് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കോമ്പൗണ്ട് വരുവാണെങ്കിൽ ബ്രോമിൻ ഇടയ്ക്ക് വരുന്ന ഹാലോ ആൽക്കൈൻ വരുവാണെങ്കിൽ ഓർത്തോണം. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇത് ആൽഫ കാർബൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതും ബീറ്റ കാർബൺ, ഇതും ബീറ്റ കാർബൺ. അങ്ങനെയാണെങ്കിൽ ഈ 3 ഹൈഡ്രജനും ബീറ്റ ഹൈഡ്രജനാ, ഈ 2 ഹൈഡ്രജനും ബീറ്റ ഹൈഡ്രജനാ. അപ്പൊ റിമൂവ് ചെയ്യുവാണെങ്കിൽ ഏത് ഹൈഡ്രജനെ ആയിരിക്കും റിമൂവ് ചെയ്യുന്നത്? ഈ കാർബണിന്റെ ഹൈഡ്രജനെ ആയിരിക്കുമോ റിമൂവ് ചെയ്യുന്നത്? ഈ കാർബണിന്റെ ഹൈഡ്രജനെ ആയിരിക്കുമോ റിമൂവ് ചെയ്യുന്നത്? അത് ആ ഒരു കൺസെപ്റ്റിനെ പറ്റി പഠനം നടത്തിയ ആളാണ് അലക്സാണ്ടർ സെയ്റ്റ്സഫ്. അങ്ങനെയാണ് പുള്ളി സെയ്റ്റ്സഫ് റൂൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നത്. സെയ്റ്റ്സഫ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താ പറയാമോ? അതായത് പ്രിഫേർഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു, ശരിക്കും ഇവിടെ 2 പ്രൊഡക്റ്റ് ഉണ്ടാവും. ആ 2 പ്രൊഡക്റ്റിൽ പ്രിഫേർഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡബിളി ബോണ്ടഡ് കാർബൺ ആറ്റം ഉള്ള ഗ്രൂപ്പുകളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്. നമ്മൾ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഇപ്പൊ ഇതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇതിനകത്ത് ആൽക്കഹോളിക് KOH ചോദിച്ചു, ആൽക്കഹോളിക് KOH. അപ്പൊ ആൽക്കഹോളിക് KOH ഹാലോ ആൽക്കൈനകത്ത് ഒഴിക്കുവാണെങ്കിൽ അലക്സാണ്ടർ സെയ്റ്റ്സഫ് റൂൾ വെച്ചിട്ടുള്ള കൺസെപ്റ്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചേക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഒരു പ്രൊഡക്റ്റ് എടുക്കാം. ആദ്യം ഞാൻ ഈ ഹൈഡ്രജനെയും ഈ ബ്രോമിനെയും റിമൂവ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ CH2, അപ്പൊ ഇവിടെ ഒരു CH, ഇവിടെ ബാക്കിയുള്ള എല്ലാം അതേപോലെ തന്നെ, ബാക്കിയുള്ള എല്ലാം അതേപോലെ തന്നെ. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായാലും ഡബിൾ ബോണ്ട് വരും, ശരിയല്ലേ? ഓക്കെ, അപ്പൊ ഇവന്റെ പേരെന്തായി? ഇവന്റെ പേരെന്ന് പറയുന്നത് പെന്റ് 1 ഈനായി. പെന്റ് 1 ഈനായി. ഇനിയും വേണമെങ്കിൽ എനിക്ക് ആ ബീറ്റ ഹൈഡ്രജനെ മാത്രമല്ലല്ലോ കളയാൻ പറ്റുന്നത്. ബീറ്റ ഹൈഡ്രജനെ കളയുമ്പോൾ എനിക്ക് ഇപ്പുറത്തെ ഇതിനകത്ത് ഏതെങ്കിലും ഇതോ കളയാലോ. അത് കളഞ്ഞാൽ നമുക്ക് എന്താ വരുന്നത് നോക്കി. ഇവിടെ CH3 വരും, അത് അനക്കമില്ല, അത് അങ്ങനെ തന്നെ വെച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ബ്രോമിനെ കളഞ്ഞു, എന്നിട്ട് ഞാൻ ഈ ഹൈഡ്രജനെ കളയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു CA, ഇവിടെ H, ഇവിടെ ഒരു CH2, ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3. കണ്ടോ, ഇങ്ങനെ വന്നു അല്ലേ? അപ്പൊ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരും. ഓക്കെ, ഇവന്റെ പേര് പെന്റ് 2 ഈൻ എന്നാണ്. ഇവിടെ ഒരു ഹൈഡ്രജൻ വരും, പെന്റ് 2 ഈൻ എന്നാണ്. അപ്പൊ ഇതിലേതാണ് പ്രിഫേർഡ് പ്രോഡക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡബിളി ബോണ്ടഡ് കാർബൺ ആറ്റം ഉള്ള ഗ്രൂപ്പാണ്. അങ്ങനെയാണെങ്കിൽ എന്താ ഏറ്റവും കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നോക്കി. ഇവിടുത്തെ ഡബിളി ബോണ്ടഡ് കാർബൺ ആറ്റം ഇതാണ്. ഈ 2 കാർബൺ ആറ്റമാണ് ഡബിളി ബോണ്ടഡ് കാർബൺ ആറ്റം. ഈ ഡബിളി ബോണ്ടഡ് കാർബൺ ആറ്റത്തിൽ ഇപ്പുറത്തെ CH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഥൈൽ ഗ്രൂപ്പാണ്. ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഥൈൽ ഗ്രൂപ്പാണ്, അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ 2 കാർബണിലും എന്തുണ്ട്? ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഡബിളി ബോണ്ടഡ് കാർബൺ ആറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൽ ഈ കാർബണിൽ കണ്ടോ, ഇപ്പുറത്ത് ഹൈഡ്രജൻ ആൽക്കൈൽ ഗ്രൂപ്പ് ഒന്നുമില്ല. ഈ കാർബണിൽ മാത്രമേ ഒരു പ്രൊപ്പൈൽ ഗ്രൂപ്പ് ഉള്ളൂ. അപ്പൊ ഇവിടെ ഡബിളി ബോണ്ടഡ് കാർബൺ ആറ്റത്തിൽ ഒറ്റ ആൽക്കൈൽ ഗ്രൂപ്പേ ഉള്ളൂ. അപ്പൊ ഈ ഗ്രൂപ്പ് പ്രിഫർ ചെയ്യത്തില്ല. ഇതായിരിക്കും ഇവിടുത്തെ മേജർ പ്രൊഡക്റ്റ് എന്നുള്ള കാര്യമാണ്. ഇത് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് എപ്പോഴും നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് ഇത്. ഇത് ഓർത്ത് വെച്ചേക്കുക. ഇത് 81% ആയിരിക്കും, ഇതൊരു 19% ഉണ്ടാവുള്ളൂ. ഇതായിരിക്കും മേജർ പ്രൊഡക്റ്റ്. ഇത് ഓർത്ത് വെച്ചേക്കുക, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെ സെയ്റ്റ്സഫ് റൂൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ റിയാക്ഷൻ വിത്ത് മെറ്റൽ, റിയാക്ഷൻ വിത്ത് മെറ്റൽ. അപ്പൊ നമ്മൾ ഓൾറെഡി എന്താണ് കെമിക്കൽ പ്രോപ്പർട്ടീസിലെ എന്താണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞു, എലിമിനേഷൻ കഴിഞ്ഞു. മൂന്നാമത്തെയാണ് റിയാക്ഷൻ വിത്ത് മെറ്റൽ. റിയാക്ഷൻ വിത്ത് മെറ്റലിനകത്ത് നമുക്ക് എന്താണ് ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ്സ് ഉണ്ടാക്കുന്ന റിയാക്ഷൻ ആണ്. അതായത് ഹാലോ ആൽക്കൈനകത്ത് മെറ്റൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ് ഉണ്ടാവും. അതിനകത്ത് നമുക്കൊരു വുഡ്സ് റിയാക്ഷൻ പഠിക്കാനുണ്ട്. കഴിഞ്ഞ വർഷം പഠിച്ചാണ് വുഡ്സ് റിയാക്ഷൻ.
അത് നമുക്ക് നോക്കാം. അതിനകത്ത് ആദ്യത്തെ നമ്മൾ സോഡിയം ആയിട്ടുള്ള വിത്ത് സോഡിയം ഹാലോ ആൽക്കീനെ സോഡിയമായിട്ട് റിയാക്ട് ചെയ്യണം. ഞാൻ എന്താണ് ഹാലോ ആൽക്കീൻ എടുക്കുന്നു. അത് എപ്പോഴും എടുക്കുമ്പോൾ ഹാലോ ആൽക്കീനെ എടുക്കുമ്പോൾ രണ്ട് മോളിക്കൂൾ അതായത് രണ്ടെണ്ണം എടുക്കണം, എന്നാൽ മാത്രമേ ഈ റിയാക്ഷൻ നടക്കുകയുള്ളൂ. പ്ലസ് അത് രണ്ട് സോഡിയമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഇൻ പ്രസൻസ് ഓഫ് എന്താ പറയുക ഡ്രൈ ഈതർ. അപ്പൊ എന്ത് സംഭവിക്കുന്നത് അറിയോ? ഇത് മെക്കാനിസം അല്ല, ഇതൊരു ട്രിക്ക് പോലെ ഓർത്തു വെക്കാം. CH3Cl ഞാൻ ഇങ്ങനെ അങ്ങ് വരയ്ക്കും, ഈ Na ഞാൻ തന്നെ ഇങ്ങനെ അങ്ങ് വരയ്ക്കും. ഇത് കട്ടാവുന്നു, ഈ Cl എണ്ണയും കൊണ്ട് പോകുന്നു, സോറി ഈ Na Cl കൊണ്ട് പോകുന്നു, ഈ Na ഈ Cl കൊണ്ട് പോകുന്നു. അപ്പൊ ബാക്കി CH3 അല്ലേ, അതായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. CH3 ഇവിടെ മീഥൈൽ ക്ലോറൈഡ് ആണെങ്കിൽ ഇവിടെ അതിന് ഇരട്ടി കാർബൺ ഉള്ള ഈത്തൈൻ ഉണ്ടായി. പ്ലസ് എന്താ, ഇവിടെ നിന്ന് പോയി NaCl കൂടെ ചേർന്ന് 2NaCl. ഇതിനെയാണ് വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. WURT വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഹാലോ ആൽക്കൈൻ തന്നെ മഗ്നീഷ്യവുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ് എന്ന് പറയുന്ന ഒരു വിഭാഗം കോമ്പൗണ്ട് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പം വിത്ത് മഗ്നീഷ്യവുമായിട്ട് നോക്കാം. വിത്ത് മഗ്നീഷ്യം നോക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കാം. ഇപ്പം CH3CH2Br എടുക്കാം. ഇത് എൻജിയുമായിട്ട് ട്രീറ്റ് ചെയ്യാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത് അറിയാമോ? CH3CH2MgBr ആയിരിക്കും ഉണ്ടാകുന്നത്. ഇത് ആൽക്കൈൽ മഗ്നീഷ്യം ബ്രോമൈഡ് എന്ന് പറയും, അല്ലെങ്കിൽ ജനറലി ആൽക്കൈൽ എന്താണ് മഗ്നീഷ്യം ഹാലൈഡ് എന്ന് പറയാം. ഇനി ഇത് ഒന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറയാം. ഓക്കെ, ഈ ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലബോറട്ടറി റിയേജന്റ് ആണ്. ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. മാത്രമല്ല അത് എയറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ആയിപ്പോവും. അത് അതിന്റെ എന്താണ് ആൽക്കെയിൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം ഇത് വെച്ചിട്ട് അല്ലെങ്കിൽ ഇതിനെ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒത്തിരി കോമ്പൗണ്ടുകൾ നമുക്ക് പഠിക്കാൻ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ലാബിൽ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എന്താണ് കോമ്പൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചില്ലെങ്കിൽ ഇത് പെട്ടെന്ന് കൺവേർട്ട് ചെയ്തിട്ട് ഇതിന്റെ കറസ്പോണ്ടിങ് ആൽക്കെയിൻസ് ആയിട്ട് മാറും. അതൊക്കെ പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് ഗ്രിഗ്നാർഡ് റിയേജന്റിനെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താണ് ഒരു ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് ആണ്. ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ കേട്ടോ, ഇവിടെ ഓർഗാനിക് ആണ്, മെറ്റലാണ്. ഓർഗാനിക് കോമ്പൗണ്ട് മെറ്റലുമായിട്ട് ഡയറക്റ്റ്ലി, സാധാരണ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഏതെടുത്തെന്ന് പറഞ്ഞാൽ നോൺ മെറ്റലുമായിട്ടാണ് ഈ കാർബൺ ഒക്കെ ഫോം ചെയ്യുന്നത് ബോണ്ടുകൾ. എന്നാൽ ഇത് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് ആണ്. അത് ഓർഗാനിക് കോമ്പൗണ്ട് ഒരു മെറ്റലുമായിട്ട് ഡയറക്റ്റ്ലി ലിങ്ക് ചെയ്യുന്ന കോമ്പൗണ്ട് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇതിന്റെ വേറെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് CH3 ത്രൈസ് Al, അതേപോലെ തന്നെ CH3CH2 4 times Pb. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെ എഴുതാം. ഇത് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ടിന്റെ വേറെ എക്സാമ്പിൾ ആണ്. അത് അവിടെ നിൽക്കട്ടെ. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇത് ഹൈലി റിയാക്റ്റീവ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ പലപ്പോഴും ലബോറട്ടറി റിയേജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ കാരണം ഇതിന്റെ ബോണ്ടിങ് ആണ്. MgBr. ഓക്കെ ആണോ? ഇവിടെ 3 പേർക്കും പാർഷ്യൽ ചാർജ് ഉണ്ട്. കാരണം ഇതിനെ പൊട്ടിക്കുന്നതിന് ഈ കാർബൺ ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ് വരും, ഈ മഗ്നീഷ്യത്തിന് ഒരു സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് വരും, ഈ ബ്രോമിന് ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ് വരും. അപ്പോൾ ഓൾറെഡി റിയാക്ട് ചെയ്യുന്ന ആൾക്കാരിൽ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടൊക്കെയുള്ള ആൾ കാണും. അവർക്കൊക്കെ കൃത്യമായിട്ട് ഓരോ പൊസിഷനിൽ ഒന്നിച്ചെത്തിരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതിനെ എടുത്ത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. H2O H+ ഉണ്ട്, OH- ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ? ഈ ഇവിടത്തെ ബോണ്ട് അങ്ങോട്ട് കൂട്ടിയിട്ട് ഈ H നേരെ വന്ന് ഈ കാർബണുമായിട്ട് ചേർന്നിട്ട് CH3CH3 ആയിട്ട് മാറും. OH കയറി Mgയുടെയും Brന്റെ ഇടയ്ക്ക് കയറിയിരിക്കും, MgOH-Br എന്ന് വരും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വേണം ഇതിനെ സ്റ്റോർ ചെയ്യാൻ. കാരണം ഇവൻ വാട്ടറുമായിട്ട് ഈർപ്പമായിട്ട് പോലും അതെന്ത് ചെയ്യും, റിയാക്ട് ചെയ്തിട്ട് അതിന്റെ സ്വഭാവം നഷ്ടപ്പെട്ട് അത് ആൽക്കൈൻ ഫോമിലോട്ട് കൺവേർട്ട് ആവും. അതാണ്. ഇനി നമ്മുടെ 4ാമത്തെ കെമിക്കൽ റിയാക്ഷൻ ഹാലോ ആൽക്കൈന്റെ റിഡക്ഷൻ ആണ്. ഇതും ഒന്ന് ഓർത്ത് വെക്കണം. റിഡക്ഷൻ, ഇതും നമ്മുടെ ബുക്കിൽ ഒളിഞ്ഞു കിടക്കുന്ന സാധനം ആയതുകൊണ്ട് ഇതും ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ എന്താണ് ഏതെങ്കിലും ഒരു ഹാലോ ആൽക്കൈൻ എടുക്കുക, CH3CH2Br എടുക്കുന്നു. ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ വേണേൽ റിഡക്ഷൻ ചെയ്യാം. റിഡക്ഷൻ ചെയ്യാന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ആഡ് ചെയ്യാന്നുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. അപ്പം ഹൈഡ്രജൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാവാൻ പോകുന്നത് എന്താണ്, ആൽക്കെയിൻസ് ആയിരിക്കും. അപ്പം ഹാലോ ആൽക്കൈനെ റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കെയിൻസ് ഉണ്ടാകുന്നുള്ള കാര്യം ഇപ്പൊ തന്നെ ബ്രെയിനിൽ കയറ്റി വെക്കുക. ഇവിടെ ഞാൻ ഹൈഡ്രജൻ ആഡ് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ എനിക്ക് സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് HCl ചെയ്ത് കഴിഞ്ഞാൽ റിഡക്ഷൻ നടക്കും, അല്ലെങ്കിൽ സിംപ്ലി H2 ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ റിഡക്ഷൻ നടക്കും.
ഇനി അല്ലെങ്കിൽ എന്താണ് സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് ബേസ് എന്നോ ചെയ്താലും റിഡക്ഷൻ തന്നെയായിരിക്കും നടക്കുന്നത്. ഓക്കെ, റിഡക്ഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആൽക്കൈൻ ഫോമിലോട്ട് മാറും. ഇപ്പം ഈ ഹൈഡ്രജനിലെ ഇപ്പൊ ഇത് നോക്കാം, ഇത് നോക്കുവാണെങ്കിൽ ഒരു എച്ച് ഇവിടെ വന്ന് ചേർന്നിട്ട് ഒരു എച്ച് ഈ ബി ആറിനെയും കൊണ്ട് പോകും. അങ്ങനെയാണെങ്കിൽ CH3 ഈഥേനായി പ്ലസ് HBr കണ്ടോ, ഇതാണ് സംഭവം. ഇനി നമുക്ക് ഹാലോ അരീന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയും കൂടെ പഠിക്കാനുണ്ട്, അതും ഇമ്പോർട്ടന്റ് ആണ്. അതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിന്റെ എല്ലാ കൺസെപ്റ്റും തീർന്നു. ഓക്കെ, അപ്പൊ നമുക്ക് കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് ഹാലോ അരീൻസ് കൂടെ നോക്കാം പെട്ടെന്ന്. chemical properties of haloarenes. Chemical properties of haloarenes നമ്മൾ ഒന്നാമത്തേത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഇവിടെയും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഉണ്ട്. ഈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എപ്പോഴും അറൈൽ ഹാലൈഡ് ആൽക്കൈൽ ഹാലൈഡിനെക്കാട്ടിലും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെ എന്താണ് പ്രിഫർ ചെയ്യുന്നത് കുറവാണ്. കാരണം ആൽക്കൈൽ ഹാലൈഡിനാണ് കുറച്ചുകൂടെ ഈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താനുള്ള കഴിവ് കൂടുതൽ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 4 റീസൺ ഉണ്ട്. ആ 4 റീസണിൽ അറ്റ്ലീസ്റ്റ് 5 റീസൺ ഉണ്ട്. 5 റീസണിൽ 3 റീസൺ എങ്കിലും ഒന്ന് പഠിക്കണം. അതെന്താണെന്നുള്ള കാര്യം ആദ്യം പറഞ്ഞുതരാം. ഒന്ന് റെസൊണൻസ് ആണ്. ഈ റെസൊണൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കുകയാണ്, അറൈൽ ഹാലൈഡ് എടുക്കുകയാണ്. ഇപ്പം ക്ലോറോ ബെൻസിൻ എടുക്കാം. ക്ലോറോ ബെൻസിൻ എടുക്കുന്ന സമയത്ത് ക്ലോറിന്റെ ഈ സൈഡിൽ 7 ലോൺ പെയർസ് ഉണ്ട്. റെസൊണൻസ് നടക്കുന്ന സമയത്ത് ഇവിടുത്തെ ഈ ബോണ്ട് ഇങ്ങനെ മാറ്റിയിട്ട് മറ്റേ ഇത് തന്നെ ആക്കുകയാണ്. ഈ ലോൺ പെയർ ഇങ്ങോട്ടേക്ക് ബോണ്ട് പെയർ ആകുമ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് മാറും. അപ്പൊ റെസൊണൻസ് വഴി കണ്ടോ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്. അതായത് ഇവിടെ ചാർജ് ആയി, ഇവിടെ ഡബിൾ ബോണ്ട് Cl, ഇവിടെ 2, ഇവിടെ ഓക്കെ ആണല്ലോ. ഇനി അടുത്തതിൽ ഇവിടെ ഈ ചാർജ് ഇങ്ങോട്ടേക്ക് വരുന്നു. അപ്പൊ ഇവൻ ഇവിടെ ചാർജ് ആകും. അപ്പൊ അടുത്ത സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ നെഗറ്റീവ് വരുന്നു, ഇവിടെ ബോണ്ട് വരുന്നു, ഇവിടെ നെഗറ്റീവ് വരുന്നു, ബാക്കി ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ Cl, ഇവിടെ 2 ഇലക്ട്രോൺസ്. ഓക്കെ, ഇനിയും വീണ്ടും അടുത്തത് ഇവിടെ ഈ ചാർജ് ഇവിടെ ബോണ്ട് ആയിട്ട് മാറുന്നു, ഈ ബോണ്ട് ഇങ്ങോട്ട് ചാർജ് ആയിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്ട്രക്ചർ വരുന്ന സമയത്ത് ഇവിടെയും ബോണ്ട് വരുന്നു, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ചാർജ്, ഇവിടെ ക്ലോറിൻ 2 ലോൺ വരും. അടുത്ത സ്റ്റെപ്പിൽ ഇവൻ മോളിൽ കയറും, കാരണം ഇവൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെയാണെങ്കിൽ നോക്കിയോ, റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ വഴി ഈ ബോണ്ടിന്റെ പൊസിഷൻ മാറി വീണ്ടും ആ സെയിം കോമ്പൗണ്ട് തന്നെ ഉണ്ടായി. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെ ഇവിടെ ഈ ഒരു കൺസെപ്റ്റ് വരുന്ന സമയത്ത് ഇപ്പൊ ഒരു പാത്രത്തിന് നിങ്ങൾ ക്ലോറോ ബെൻസിൻ എടുക്കുവാണെങ്കിൽ അതിനകത്ത് എപ്പോഴും ഓരോ മോളിക്യൂൾസ് ഇങ്ങനെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്ട്രക്ചർ ഈ ഡബിൾ ബോണ്ടഡ് സ്ട്രക്ചർ ആയിരിക്കും. ന്യൂക്ലിയോഫൈല് വന്ന് ആഡ് ചെയ്യുന്ന എവിടെ? ഈ ക്ലോറിനെ ബ്രേക്ക് ചെയ്തിട്ട് അവിടെ ആയിരിക്കും വന്ന് ആഡ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഡബിൾ ബോണ്ട് കിടക്കുന്നുണ്ട്, അതിനെ പൊട്ടിക്കാൻ പാടാണ്. അതുകൊണ്ടാണ് റെസൊണൻസ് മൂലം ഈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമ്മുടെ ഹാലോ അറീൻസിന് നല്ല രീതിയിൽ നടക്കത്തില്ല എന്ന് പറയുന്നതിന്റെ ഒരു കാരണം. ഓക്കെ ആണല്ലോ. അപ്പം റെസൊണൻസ്, ഡ്യൂ ടു റെസൊണൻസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ബ്രേക്ക് എന്താ ഡബിൾ ബോണ്ട് ഇൻ ദ സ്ട്രക്ചർ 2, 3 and 4. സോ എന്താണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ബിക്കംസ് ഡിഫിക്കൽട്ട്. അതാണ് ഒരു റീസൺ. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ റീസൺ പറയുന്നത് ഹൈബ്രിഡൈസേഷൻ. ഒന്ന് റെസൊണൻസ്, രണ്ടാമത്തേത് ഹൈബ്രിഡൈസേഷൻ. അപ്പൊ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഹാലോ ആൽക്കൈൻ എന്ന് പറയുമ്പോൾ CH3Cl, ഇതിനകത്ത് ഈ കാർബൺ sp3 ഹൈബ്രിഡേഷൻ ആണ്. എന്നാൽ ഹാലോ അരീനകത്ത് ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഈ കാർബൺ ചുറ്റും ഒരു ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ഇത് sp2 ഹൈബ്രിഡേഷൻ. ഈ sp2 ഹൈബ്രിഡേഷനകത്ത് p ക്യാരക്ടർ കൂടുതലായതുകൊണ്ട് കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ആയാണ് ആ ബോണ്ട്. അതായത് ഇപ്പൊ ഈ ബോണ്ട് കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ്. ഒന്ന് ആലോചിക്കുക, ക്ലോറിന് ഓൾറെഡി ഇലക്ട്രോ നെഗറ്റീവ് ആണ്, ഈ കാർബണും ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ട് ഈ ബോണ്ടിനെ നല്ല സ്ട്രോങ് ആയിട്ട് വലിച്ചങ്ങ് പിടിക്കും. അപ്പൊ ഇതിനെ പൊട്ടിക്കാൻ പാടാണ്, പുതിയ അവിടെ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടാണ്. അതായത് ഇപ്പം sp3ക്കാണെങ്കിൽ എസ് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25%, പി ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും 75%. അതുകൊണ്ട് തന്നെ ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആയിരിക്കും. എന്നാൽ sp2 എന്ന് പറയുമ്പോഴത്തേക്കും എസ് ക്യാരക്ടർ 33.3%, പി ക്യാരക്ടർ
66.77% എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇത് മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ്. ഏത് കാർബണാണ്? ഈ കാർബൺ മോർ ഇലക്ട്രോനെഗറ്റീവ്. ഈ കാർബൺ മോർ ഇലക്ട്രോനെഗറ്റീവ് ആകുമ്പോൾ ഈ ക്ലോറിൻ ഓൾറെഡി ഇലക്ട്രോനെഗറ്റീവ് ആണ്. ഈ ബോണ്ട് നല്ലതായിട്ട് എന്താണ് വലിച്ചു പിടിക്കും. അതിന് ടെൻഷൻ കൂടും. ടെൻഷൻ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനെ പൊട്ടിക്കാൻ പാടില്ല. രണ്ട് സൈഡിൽ നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ചു. ഓക്കെ, പൊട്ടിക്കാൻ പാടില്ല. അതാണ് രണ്ടാമത്തെ റീസൺ. ഇനി മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ ബോണ്ട് ലെങ്ത് ആണ്. അതായത് ഇപ്പൊ ഓൾറെഡി സിഇ എന്താണ് ഹാലോ ആൽക്കൈനിന്റെ CCl ബോണ്ടിന്റെ ലെങ്ത് ഹാലോ അരീന്റെ CCl ബോണ്ടിന്റെ ലെങ്തിനെക്കാട്ടിലും കൂടുതലാണ്. ബോണ്ട് ലെങ്ത് കൂടിയാൽ പൊട്ടിക്കാൻ നമുക്ക് എളുപ്പമാണ്. അപ്പൊ ഇത് നല്ല രീതിയിൽ റിയാക്ഷൻ പങ്കെടുക്കും. ഇത് നല്ല, കാരണം ഇത് ഡബിൾ ബോണ്ട് ഒക്കെ വരുന്നതുകൊണ്ട് ബോണ്ടിന്റെ ലെങ്ത് കുറയും. പിന്നെ അതുപോലെ ഇവർ തമ്മിലൊക്കെ ഇങ്ങനെ എന്താണ് വലിച്ചു പിടിച്ചു വെച്ചിരിക്കുക ആയതുകൊണ്ട് തന്നെ ഈ ബോണ്ടിന്റെ ലെങ്ത് കുറയും. ഓക്കെ, അതും ഒരു റീസൺ ആണ്. ഇനി അത് ഈ ഹൈബ്രിഡൈസേഷനിൽ നിന്ന് തന്നെയുള്ള റീസൺ ആണ്. പിന്നെ അതേപോലെ തന്നെ ഉണ്ടല്ലോ, ഈ ബെൻസീന് റിങ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫീനൈൽ കാർബോകാറ്റയോൺ ഫോം ചെയ്യും. അതായത് ഇങ്ങനെ, അതായത് ഇതിനിടയ്ക്ക് ഇങ്ങനൊരു സംഭവം ഫോം ചെയ്യും. ഓക്കെ, അപ്പം ഈ SN1 റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഫോം അൺസ്റ്റേബിൾ ഫീനൈൽ കാർബോകാറ്റയോൺ, സോ പോസിബിളി SN1 റിയാക്ഷൻ ഇസ് ഫെയിലിയർ. അതായത് ഇവിടെ ഈ ഒരു കാർബോകാറ്റയോൺ ആണ് ബെൻസീൻ ഫോം ചെയ്യുന്നത്. അപ്പം SN1 റിയാക്ഷൻ നടക്കുന്നത് എപ്പോഴും നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയോൺ. ഇത് ഫീനൈൽ കാർബോകാറ്റയോൺ എന്ന് പറയും. ഈ ഫീനൈൽ കാർബോകാറ്റയോൺ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് SN റിയാക്ഷൻ നടക്കാൻ വേണ്ടി ഉള്ള ഒരു എന്താണ് ഒരു താല്പര്യം കുറവായിരിക്കും. മനസ്സിലായോ? അതാണ് റീസൺ. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ മൂന്നാമത്തെയാണ്. നാലാമത്തെ റീസൺ എന്ന് പറയുമ്പോൾ റിലക്റ്റൻസ് ഓഫ് ഇലക്ട്രോൺ റിച്ച് ന്യൂക്ലിയോഫൈൽ. ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു, ബെൻസീൻ റിങ് എന്ന് പറയുന്നത് ഒരു എന്താണ് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള, ഇപ്പം CL ഇവിടെയും റെസൊണൻസ് വഴി ചാർജ് ചെയ്യും. അപ്പൊ ഓൾറെഡി ഇതൊരു ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഒരു ബെൻസീൻ റിംഗ് ആണ്. അപ്പൊ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ബെൻസീൻ റിങ്ങിന് വീണ്ടും വരുന്നത് ഇപ്പം OH- പോലെയുള്ള നെഗറ്റീവ് ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളത് നെഗറ്റീവ് വരുമ്പോൾ റിപ്പൾഷൻ ആണ് കൂടുതലും സാധ്യതയുള്ളത്. അപ്പൊ താല്പര്യം ഒട്ടും ഇല്ല ഈ ബെൻസീൻ റിങ്ങിന്. കാരണം ബെൻസീൻ മൊത്തം നിറഞ്ഞ് നെഗറ്റീവ് ഇരിക്കുക, വീണ്ടും ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ റിപ്പൽ ചെയ്ത് കളയത്തേ ഉള്ളൂ. അതിനെ നമ്മൾ പറയുന്നത് റിലക്റ്റൻസ് ഓഫ് ഇലക്ട്രോൺ റിച്ച് ന്യൂക്ലിയോഫൈൽ ടു അട്രാക്ട് എന്താണ് ഇലക്ട്രോൺ റിച്ച് ബെൻസീൻ റിംഗ്. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബെൻസീൻ റിങ്ങിന് ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്താൻ താല്പര്യമില്ല. അതിന്റെ നാലഞ്ച് റീസൺ നമ്മൾ പറഞ്ഞു. എന്നിരുന്നാലും ഇവര് നമുക്ക് ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്താനായിട്ട് സാധിക്കും. പക്ഷെ അവിടെ എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഓക്കെയാണ്. അതിൽ ഒരു റിയാക്ഷൻ ഞാൻ പറഞ്ഞു തരാം. ഇത് പരീക്ഷയ്ക്ക് എന്താണ് 1 മാർക്കിനും ഒക്കെ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ഉള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു നേരത്തെയൊക്കെ. അപ്പൊ ഇപ്പൊ ഞാൻ ബെൻസീൻ റിങ്ങിൽ ഒരു ക്ലോറിൻ അറ്റാച്ച് ചെയ്തപ്പോൾ ആലുവാറിനായി ഇതിനകത്തോട്ട് ഞാൻ NaOH ആഡ് ചെയ്യുന്നു. അപ്പൊ അതിനകത്ത് ഒരു ന്യൂക്ലിയോഫൈൽ ഉണ്ട്. ടെമ്പറേച്ചർ കണ്ടീഷൻസ് ഒക്കെ ശ്രദ്ധിച്ചോണം. 623 കെൽവിനിൽ 300 ATM-ലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 300 ATM-ലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റിയാക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഉണ്ടാകുന്നത് എന്താണെന്നറിയാമോ? അപ്പോൾ ഉണ്ടാകുന്നത് ഫീനോൾ ഉണ്ടാവും. ഇതിന് ഇന്റർമീഡിയറ്റ് ഫിനോക്സൈഡ് ആയ സോഡിയം ഫിനോക്സൈഡ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് ഫീനോൾ ഉണ്ടാകുന്നത്. ഞാൻ ഡയറക്റ്റ് ഫീനോൾ. ഓക്കെ, ടെമ്പറേച്ചർ കണ്ടീഷൻ നോക്കണം. 623 കെൽവിനും അതേപോലെ തന്നെ 300 ATM പ്രഷറും കൊടുക്കും. അടുത്തതിനകത്ത് നോക്കിക്കോളൂ. അടുത്തത് Cl. ഇതിനകത്ത് തന്നെ ഞാൻ NaOH ആഡ് ചെയ്യാണ്. എന്താണ് നമുക്ക് എന്താണ് NaOH ആഡ് ചെയ്യുന്നു. ഇവിടെ ഞാൻ എന്ത് ചെയ്യാന്നറിയോ, ഇവിടെ ഞാനൊരു NO2 കൊടുക്കുകയാണ്. ഈ NO2 കൊടുക്കുകയാണെങ്കിൽ ഒരു ഗുണം എന്താണെന്നറിയോ, ഈ NO2 ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ടുള്ള ഗ്രൂപ്പ്, അതായത് ഇലക്ട്രോണെ വലിച്ചെടുക്കുന്ന ഗ്രൂപ്പ്. ഇലക്ട്രോണെ വലിച്ചെടുക്കുന്ന സമയത്ത് ഇവിടെയും ഒക്കെയുള്ള നെഗറ്റീവ്, അപ്പം ഇപ്പൊ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടായിരുന്നല്ലോ, ആ നെഗറ്റീവ് ചാർജിനെ ആരങ്ങോട്ട് എടുക്കും, ഈ NO2 എടുത്തിട്ടായിരിക്കും അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അവിടത്തെ ഒരു നെഗറ്റീവ് ചാർജ് കുറഞ്ഞേ. അപ്പം ഈ OH- അയോൺസ് വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കൊണ്ടുവന്ന് എവിടെയും എഴുതാൻ പറ്റും. കാരണം എന്താണെന്നറിയാമോ? കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ചാർജ് കുറഞ്ഞു കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കണ്ടീഷനും കുറവ് മതി. അതായത് ഒരു 443 കെൽവിൻ കൊടുത്താൽ മതി. പ്രഷർ അത് തന്നെ 300 ATM തന്നെ കൊടുക്കാം. അപ്പൊ ടെമ്പറേച്ചർ കുറവ് മതി. ഓക്കെ, ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ആഡ് ചെയ്യണം. കാരണം ഈ H ആഡ് ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നു, രണ്ടാമത്തെ സ്റ്റെപ്പിൽ H+ ആഡ് ചെയ്യണം. ഞാൻ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്തു. ഇവിടെ അതേപോലെ 441 H+ എടുക്കുക. അപ്പൊ എന്ത് സംഭവിക്കുന്നു, അപ്പൊ നമുക്ക് ആ Cl മാറിയിട്ട് അവിടെ OH വരുന്നു, ഇവിടെ NO2 തന്നെ. ഇനി ഞാൻ രണ്ട് പൊസിഷനിലും NO2 കൊടുക്കുകയാണ്. അതായത് ഇവിടെ തന്നെ ഞാൻ മാർക്ക് ചെയ്യാണ്, ഇവിടെ ഈ പൊസിഷനിൽ NO2 കൊടുക്കണം, ഈ പൊസിഷൻ. അപ്പൊ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, ബെൻസീൻ നിങ്ങൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എന്താണ് ഇവിടെയും ഒരു നെഗറ്റീവ്, ഇവിടെ ഒരു നെഗറ്റീവ്, ഇവിടെ ഒരു നെഗറ്റീവ്, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ Cl, ഇങ്ങനെയായിരിക്കും വരുന്നത്. ശരിയല്ലേ? ഓൾറെഡി ഇവിടത്തെ നെഗറ്റീവിനെ മാറ്റി ഇവിടെ ഒരു NO2 വരുവാണെങ്കിൽ നമുക്ക് ഇതിനെ
അതായത് ഈ റെസൊണൻസിന്റെ സ്റ്റെബിലൈസേഷൻ കുറഞ്ഞു കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ, നമുക്ക് ഈ CL നെ കട്ട് ചെയ്തിട്ട് OH നെ അവിടെ കൊണ്ടുവെക്കാൻ പറ്റും. ഇവിടെയും വന്നാലോ കുറച്ചുകൂടി എളുപ്പത്തിൽ കൊണ്ടുവെക്കാൻ പറ്റും. ഇവിടെയും വന്നാലോ കുറച്ചുകൂടി എളുപ്പത്തിൽ കൊണ്ടുവെക്കാൻ പറ്റും. അതായത് നിങ്ങൾ ഓരോ തവണ NO2 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിനെ ഓരോ പൊസിഷൻ ആഡ് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ കൊടുക്കുന്ന കണ്ടീഷൻ കുറവ് മതി. ഇപ്പൊ അടുത്ത് നോക്കി, ഞാൻ 2 എണ്ണം കൊടുത്തപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ കണ്ടീഷൻ 443 മാറിയിട്ട് ഞാൻ വെറും 368 ആണ്. 368 ആണ്. ഇത്രയും കെൽവിൻ കൊടുത്താൽ ഇനിയും ഈ പൊസിഷനും കൂടെ NO2 കൊടുത്തിട്ട് ഓക്കെ, അപ്പം ഈ പൊസിഷനും കൂടെ നമ്മൾ NO2 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 368 എന്നുള്ളതിന് പകരം നമ്മൾ എന്താണ് വെറും വാം വാട്ടർ ആഡ് ചെയ്യണം. വാം വാട്ടർ ആഡ് ചെയ്താൽ ചെറിയ ചൂടുവെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ NO2 ആഡ് ചെയ്യും. നമ്മൾ ഓരോ തവണ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുന്ന സമയത്ത് ആ മൈനസിനെ എല്ലാം അതങ്ങ് എന്ത് ചെയ്യും, വലിച്ചെടുത്തോളും. അപ്പൊ നമുക്ക് ഈ ന്യൂക്ലിയർ ഫൈലിനെ കൊണ്ട് അവിടെ ആഡ് ചെയ്യാൻ, ക്ലോറിനെ കട്ട് ചെയ്തിട്ട് അവിടെ ആഡ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ കുറച്ച്, കണ്ടീഷന്റെ ആ ഇന്റൻസിറ്റി കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഈ ഇലക്ട്രോഫിലി ഇതിനകത്ത് എന്താണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞു. ഈ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇലക്ട്രോഫൈൽ എന്ന് പറയുമ്പോൾ അറിയാലോ, ഇലക്ട്രോൺ ലവിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമുക്ക് എല്ലാ ചാപ്റ്ററും, അതായത് ഹൈഡ്രോ കാർബൺ ഓർഗാനിക് കെമിസ്ട്രിയിലത്തെ എല്ലാ ചാപ്റ്ററിനകത്തും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഈ ചാപ്റ്ററിനകത്ത് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇവിടെ ഒത്തിരി ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പഠിക്കാനുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഹാലോജനേഷൻ ആണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതിൽ ആദ്യത്തേത് ഹാലോജനേഷൻ ആണ്. ഹാലോജനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നിങ്ങൾ ഒരു ക്ലോറിൻ എടുക്കും, നിങ്ങൾ ഒരു ഹാലോ അരീൻ എടുക്കും. ഓക്കെ, ഇതിനകത്തോട്ട് നിങ്ങൾ എന്താണ് ക്ലോറിനെ ആഡ് ചെയ്യണം, അതായത് Cl2 ആഡ് ചെയ്യണം. Cl2 നെ ചുമ്മാ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എപ്പോഴും പഠിച്ചിരുന്നു അൺഹൈഡ്രസ് AlCl3 ആയിട്ടുള്ള ലൂയിസ് ആസിഡ് എടുക്കണം. കാരണം നമ്മൾ ഇവിടെ എന്താണെന്നറിയാമോ, ഇവിടെ നമ്മൾ Cl2 നെ നമ്മൾ പറഞ്ഞു ഈ AlCl3 ആഡ് ചെയ്യുന്നതിന് കുറച്ച് നേരത്തേക്ക് Cl2 നെ പിടിച്ചു വെച്ചിട്ട് പിന്നെ വിട്ടുകൊടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ എന്ത് സംഭവിക്കും അറിയാം, ഇവിടെ 2 പ്രോഡക്റ്റ് ഉണ്ടാവും. ഓൾറെഡി ഇവിടെ ക്ലോറിൻ ഉണ്ടായിരുന്നു, ഇതിന്റെ ഓർത്തോ പൊസിഷനിൽ ഒരു ക്ലോറിനും പ്ലസ് വീണ്ടും പാരാ പൊസിഷനും കൂടെ ഒരു ക്ലോറിൻ വന്നു. ഓർത്തോ ക്ലോറോബെൻസീനും പാരാ ക്ലോറോബെൻസീനും. ഓക്കെ ആണല്ലോ. ഇനി ഇതിനെ നമുക്ക് എന്താണ് നൈട്രേഷൻ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ നൈട്രേഷൻ എന്ന് പറയുമ്പോൾ NO2 ഗ്രൂപ്പിനെ ഹാലോ അരീൻസിനകത്തോട്ട് ആഡ് ചെയ്യാം. നൈട്രേഷൻ ചെയ്യുന്ന സമയത്ത് നൈട്രിക് ആസിഡും HNO3 കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം. കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്യണം. അപ്പൊ എന്ത് സംഭവിക്കുന്നറിയോ, 2 ഐസോമർ ഉണ്ടാവും. അതിന്റെ ഓർത്തോ പൊസിഷനിലും NO2 വരും, അതേപോലെ തന്നെ പാരാ പൊസിഷനിലും എന്ത് വരുന്നുണ്ടാവും, NO2 വരുന്നുണ്ടാവും. അതായത് ഓർത്തോ നൈട്രോ ക്ലോറോബെൻസീനും പാരാ നൈട്രോ ക്ലോറോബെൻസീനും. ഇനി നിങ്ങൾക്ക് സൾഫോണേഷൻ ആണോ ചെയ്യേണ്ടത്, അതായത് മൂന്നാമത്തേത് സൾഫോണേഷൻ ആണോ ചെയ്യേണ്ടത്. സൾഫോണേഷൻ ഇത് നൈട്രേഷൻ ആണ്. ഈ കോൺസെൻട്രേറ്റഡ് HNO3 കോൺസെൻട്രേറ്റഡ് H2SO4 നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്നാണ് പറയുന്നത്. അപ്പം നൈട്രേഷൻ ഇത് നൈട്രേഷൻ. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് സൾഫോണേഷൻ ആണോ. സൾഫോണേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഹാലോ ആൽക്കീൻ എടുത്തിട്ട് ഹാലോ അറീൻ എടുത്തിട്ട് നിങ്ങൾ അതിനകത്തോട്ട് കോൺസെൻട്രേറ്റഡ് H2SO4 മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഓർത്തോ പാരാ പൊസിഷനിൽ എന്ത് ചെയ്യും, ഓർത്തോ പൊസിഷനിൽ ഒരു SO3H ഗ്രൂപ്പും വരും, അതേപോലെ തന്നെ പാരാ പൊസിഷനിൽ എന്ത് ചെയ്യും, വീണ്ടും എന്താണ് Cl ഒരു SO3H വരും, സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ് വരും. അതിനകത്ത് എപ്പോഴും പാരാ ഐസോമർ ആണ് മേജർ. ഇത് മേജർ, ഇത് മേജർ. പാരാ ആയിട്ടുള്ള ആളാണോ അവരായിരിക്കും എന്ത് ചെയ്യുന്നത് മേജർ. ഇനി നമുക്ക് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനും ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ എന്ന് പറയുന്ന റിയാക്ഷനും കൂടി ഇത് വിധേയമാകുന്നുണ്ട്. അതെന്താണെന്ന് അറിയാമോ, അതായത് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പിനെ അൻഹൈഡ്രസ് അല്ലെങ്കിൽ ലൂയിസ് ആസിഡിന്റെ പ്രസൻസിൽ നമ്മൾ ഈ ആലോ അരീനകത്ത് ആഡ് ചെയ്യുന്നതിനാണ് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ എന്ന് പറയുന്നത്. ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ എന്ന് പറയുന്നത് അസൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ്. അസൈൽ എന്ന് പറയുമ്പോൾ CH3CO ഗ്രൂപ്പ്, അതാണ് അസൈൽ ഗ്രൂപ്പ്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. നമ്മൾ ഒരു ഹാലോ അരീൻ എടുക്കും. ഇതിനകത്തോട്ട് നമുക്ക് ഒരു ആൽക്കൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഒരു ആൽക്കൈൽ ഹാലൈഡിനെ തന്നെ ആഡ് ചെയ്യണം. നമ്മൾ അൺഹൈഡ്രസ് AlCl3 ആഡ് ചെയ്യുന്നത് കാരണം കുറച്ച് നേരത്തേക്ക് ഈ Cl നെ പിടിച്ചു വെക്കണമല്ലോ. അങ്ങനെ പിടിച്ചു വെക്കാൻ വേണ്ടി നമ്മൾ ചെയ്തപ്പോൾ ഇതിന്റെ ഓർത്തോ പൊസിഷനിൽ ഒരു CH3 ആഡ് ആയി, പ്ലസ് എന്താണ് ഇതിന്റെ പാരാ പൊസിഷനിലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു CH3 ആഡ് ആയി. അതായത് ഇതിന് വേണമെങ്കിൽ ഓർത്തോ എന്താണ് രണ്ട് രീതിയിൽ നെയിം ചെയ്യാം. ഒന്നെങ്കിൽ 1 ക്ലോറോ എന്താണ് മീഥൈൽ ബെൻസീൻ എഴുതാം, മറ്റേത്
എന്താണ് വൺ ക്ലോറോ അല്ല, ഇത് 1 ക്ലോറോ അല്ലെങ്കിൽ ടൊളുവിൻ എന്ന് പറഞ്ഞ് വേണം നെയിം ചെയ്യാം. അതായത് ഇതിനെ ടൊളുവിൻ ആക്കുവാണെങ്കിൽ 2 ക്ലോറോ ടൊളുവിൻ എഴുതാം. ഇത് 1 2 3 4 ക്ലോറോ ടൊളുവിൻ എഴുതാം. എനിക്ക് എങ്ങനെ വേണമെങ്കിൽ പേര് എഴുതാം കേട്ടോ. അതിന് ഇനി എങ്ങനെ വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ മീഥൈൽ ബെൻസീൻ മെയിൻ ആക്കിയിട്ട് ക്ലോറിനെ ബ്രാഞ്ച് ആക്കാം, അല്ലെങ്കിൽ ക്ലോറിനെ മെയിൻ ആക്കിയിട്ട് ഇതിനെ ടൊളു എങ്ങനെയും നിങ്ങൾ നെയിം ചെയ്യാം. രണ്ട് രീതിയിൽ നെയിം ചെയ്യാം. ഇനി ഇവിടെ അടുത്തത് പറയാനുള്ളത് അസൈലേഷൻ ആണ്. ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ആണ്. അസൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട്. CH3COCl. ഇതിനകത്ത് അനഹൈഡ്രസ് AlCl3 ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ ഉണ്ടാകുന്നതെന്ന് അറിയാമോ? ഇവിടെ ഒരു Cl ഈ COCl ഒന്ന് ഇവിടെ ചേരും. കാരണം ഈ ക്ലോറിനെ പിടിച്ചു വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനെ ആഡ് ചെയ്യുന്നത് എന്ന് ഓർത്ത് വെക്കുക. അപ്പം ബാക്കി എന്താ? ഇവിടെ ഒരു Cl, ഇവിടെ ഒരു COCH3 വരും. ഇവിടെ COCH3 ആണ്. അപ്പം ഇത് അസൈൽ ഗ്രൂപ്പ്, നമ്മൾ അസൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ CH3CO ഗ്രൂപ്പ് അത് എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ്ഡ് ആയി അവിടെ. ഇതിനെ ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ എന്ന് പറയും. അപ്പം ഇതിന്റെ പേര് പാരാക്ലോറോ അസറ്റോഫിനോളും ഓർത്തോക്ലോറോ അസറ്റോഫിനോളും എന്ന് പറയും കേട്ടോ. അസറ്റോഫിനോൾ എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗത്തിനെയാണ് നമ്മൾ അസറ്റോഫിനോൾ എന്ന് പറയാം. ബാക്കി ഇത് ക്ലോറോ, ഓർത്തോക്ലോറോയും പാരാക്ലോറോ. ഇനി നമ്മുടെ ഏറ്റവും ലാസ്റ്റ് റിയാക്ഷൻ ആണ് പഠിക്കാൻ പോകുന്നത്, റിയാക്ഷൻ വിത്ത് മെറ്റൽ. അപ്പം റിയാക്ഷൻ വിത്ത് മെറ്റൽ എന്ന് പറയുമ്പോൾ ഹാലോ അലീൻസ് മെറ്റലുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു ഹാലോ അലീൻ എടുക്കും, Cl എടുക്കാം. എന്നിട്ട് ഞാനൊരു ആൽക്കൈൽ ഹാലൈഡുമായിട്ട് CH3Cl എടുക്കാം. റിയാക്ട് ചെയ്യുന്നു. ഒരു മെറ്റാലിക് സോഡിയത്തിന്റെ പ്രസൻസിലാണ് നമ്മൾ ഇത് റിയാക്ഷൻ നടത്തുന്നതെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയോ? ഇവിടെ നേരത്തെ നമ്മൾ വുഡ്സ് റിയാക്ഷൻ പഠിച്ചില്ലേ? അത് നമ്മളൊരു രണ്ട് മോളിക്യൂൾസ് ഹാലോ ആൽക്കൈൻ എടുത്തിട്ട് 2 സോഡിയമായിട്ട് റിയാക്ട് ചെയ്തപ്പോഴുള്ള ഇത്. ഇവിടെ ആൽക്കൈൽ ഹാലോ ആൽക്കൈൻ എടുക്കുന്നു, പക്ഷെ അതിന്റെ കൂടെ ഹാലോ അലീൻസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് പഠിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിനെ വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ ആയിരിക്കും പറയുന്നുണ്ടാകുക കേട്ടോ. അത് ഓർത്ത് വെച്ചോണം. ഇവിടെ 2 സോഡിയം ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ CH3Cl 2 സോഡിയം ആഡ് ചെയ്ത് ഡ്രൈ ചെയ്തെന്ന പ്രസൻസിലാണ് ഇത് നടക്കുന്നത്. അപ്പൊ എന്താണ് ഉണ്ടാകുന്നത് നോക്കൂ. ഇവിടെ നിന്ന് ഇത് കട്ടായിട്ട് ഈ CH3 നേരെ ഇവിടെ വരും. ഇവിടെ CH3 വരും, ടൊളുവിൻ ഉണ്ടാവും. പ്ലസ് നോക്കൂ, ഈ NAയും ഈ Clഉം ഈ Clഉം കൂടെ ചേർന്നിട്ട് 2NaCl. ഇതായിരിക്കും ഇതിനെ നമ്മൾ വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറയും. ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറയും. ഇനി ഇത് തന്നെ ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ, അതായത് ഇതിനകത്ത് CH3Cl ഹാലോ ആൽക്കൈൻ ആഡ് ചെയ്യുന്നില്ല, പകരം ഈ ഹാലോ അലീനും സോഡിയവും മാത്രമായിട്ട് റിയാക്ഷൻ നടക്കുവാണെങ്കിൽ, അതായത് ഇപ്പം Cl ഇങ്ങനെ വരുന്നു, ഇത് 2 മോളിക്കൂൾ എടുക്കുന്നു, പ്ലസ് 2 സോഡിയം എടുക്കുന്നു. ഇതേപോലെ തന്നെ ഡ്രൈ ഈതറിന്റെ പ്രസൻസിലാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്നത് ഈ നമ്മുടെ കണ്ണാടി പോലെ, ഞാൻ അതിനെ ഗാന്ധി കണ്ണാടി എന്ന് പറയുന്നത്. ഗാന്ധി കണ്ണാടി അങ്ങനെയല്ല ഇരിക്കുന്നതെങ്കിലും നമ്മൾ ഓർത്ത് വെക്കാൻ വേണ്ടി പറയുന്നതാണ്. കണ്ടോ, ഇങ്ങനെ ഒരു കണ്ണാടി പോലെയുള്ള മോളിക്കൂൾ ഉണ്ടാവും. ഇതിനെ നമ്മൾ ഡൈഫീനൈൽ എന്നാണ് പറയാം. ഡൈഫീനൈൽ. ഇതിന്റെ 2 മോളിക്കൂൾ ഉണ്ടല്ലോ, ഇവിടെ രണ്ട് മോളിക്കൂൾ ആണ്. ആ 2 മോളിക്കൂളിൽ 2 ക്ലോറിൻ ഉണ്ടാവും. ആ 2 ക്ലോറിൻ ഈ 2 സോഡിയത്തിനെയും കൊണ്ട് പോയിട്ട് 2NaCl ഫോം ചെയ്യും. ബാക്കി അവർ തമ്മിൽ ചേർന്നിട്ടാണ് ഈ കണ്ണാടി പോലെയുള്ള, കണ്ണാടി മീൻസ് ഉദ്ദേശിക്കുന്നത് സ്പെക്സ് ആണ് കേട്ടോ. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു റിയാക്ഷൻ. ഇതിനെ നമ്മൾ വെറും ഫിറ്റിക് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ഫിറ്റിക് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ഇനി ഇതിനകത്തൊരു ഉൾമാൻ റിയാക്ഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ട്. അത് നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചോന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആഡ് ചെയ്യുകയാണ്. അത് ഓൾറെഡി അങ്ങനെ പരീക്ഷയ്ക്ക് കണ്ടോണ്ട് ആഡ് ചെയ്യുന്നതാണ്. അടുത്തൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും പഠിച്ചേക്കണം. സെയിം ഇതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. നമ്മൾ അയഡിനാണ് എടുക്കുന്നത്, പ്ലസ് എന്താണ് കോപ്പറും കൂടെ എടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഹീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഐഡിൻ കട്ടായിട്ട് ഇവിടെ നേരത്തെ തന്നെ ഗാന്ധി കണ്ണാടി പോലെ തന്നെയുള്ള ഒരു എന്താണ് ഇതുണ്ടാവും, കോമ്പൗണ്ട് ഉണ്ടാവും, ഡൈഫീനൈൽ. പ്ലസ് CuI2 ഓർത്ത് വെച്ചോ. ഇതിനെ ഉൾമാൻ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൺസെപ്റ്റ് എല്ലാം നമ്മൾ പറഞ്ഞു തീർത്തു. നമുക്കിതിന്